തേനിലും തെൻകെട്ടിലും മധുരമുള്ള ദൈവത്തിന്റെ വചനമാണ് ഈ സന്ധ്യാസമയങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. ദൈവദാസന് രഞ്ജൻ പേരിന് പ്രളയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസി, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന വിവിധ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ ദാസി അത് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്കാണല്ലോ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ്. നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. തട്ടി വീഴാതെ മുൻപോട്ട് പോകാൻ നമ്മളെ സജ്ജമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 9 വാക്യം, 1 Kings chapter 19 verse 9. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 9 വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കാം. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. വളരെ ശക്തമായി പഴയ നിയമത്തിൽ ഉപയോഗിച്ച ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനോട് അവൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് ചിന്തിച്ച ഒരു സന്ദർഭത്തിൽ ദൈവം ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എല്ലാ അവസരങ്ങളിലും ദൈവമക്കളോട് ദൈവം സംസാരിക്കും. പ്രത്യേകിച്ച് ദൈവമക്കൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ നമ്മോട് സംസാരിക്കും. അതാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവൻ എനിക്ക് ഉത്തരമരുളി. നമുക്കറിയാം, ഇടിമുഴക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്, നിശ്ചലമാക്കുന്ന ഒരു വിഷയമാണ്, മുൻപോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അവനെ സ്തംഭിപ്പിച്ചു നിർത്തുന്ന ഒരു വിഷയമാണ് ഇടിമുഴക്കം എന്ന് പറയുന്നത്. ആ സമയത്തും ഇവിടെ വേദപുസ്തകം തിരുവെഴുത്ത് പറയുകയാണ്, അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കും എന്ന് പറഞ്ഞാൽ, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ആ അനുഭവങ്ങളുടെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ, നിശ്ചലമായ അനുഭവങ്ങളുടെ നടുവിലും ദൈവം നിന്നോട് സംസാരിച്ച് നിന്നെ മുൻപോട്ട് വഴി നടത്തും. നിന്റെ ഭയം മാറ്റി നിന്നെ മുൻപോട്ട് വഴി നടത്തും. നമ്മുടെയൊക്കെ അനുഭവം അതാണ്. എന്നെ കേൾക്കുന്ന എത്രയോ പേർക്ക്, എൻ്റെ ജീവിതത്തിലും അങ്ങനെയുണ്ട്, എത്രയോ പേർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ നിന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ, വഴിയറിയാതെ, സാധ്യതകളില്ലാതെ നിന്ന അനുഭവങ്ങളുടെ നടുവിലൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചതല്ലേ നമ്മൾ ഇന്നും ബലത്തോടെ ഇരിക്കാൻ കാരണം, ആ പ്രതിസന്ധികളെ ജയിക്കാൻ കാരണം, ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കാരണം. അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു സന്ദർഭമാണ് വളരെ ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു ദൈവത്തിന്റെ ദാസൻ പ്രവാചകൻ ഏലിയാവിന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിച്ച വലിയൊരു വിഷയത്തിന്റെ നടുവിൽ അവൻ ഒരു ഗുഹയിൽ പാർക്കുമ്പോൾ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവൻ ആരാധിക്കുന്ന, അവൻ പിൻപറ്റുന്ന, അവൻ ദൈവശബ്ദം കേൾക്കുന്ന ആ ദൈവം അവന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? നിന്റെ വിഷയം എന്താ? നീ എന്താണ് ഇങ്ങനെ ഗുഹയ്ക്കകത്തിരിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ച് പിന്നീട് അവനെ പുറത്തു കൊണ്ടുവന്ന, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നീ അവസാനിച്ചിട്ടില്ല, നിനക്ക് ഇനിയും മുൻപോട്ട് പോകാനുണ്ട്, നിന്നെ എനിക്ക് വീണ്ടും ചില പദ്ധതികൾക്കായി ഉപയോഗിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തി വീണ്ടും ശുശ്രൂഷയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഇന്ന് ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്.
എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം തന്ന ഒരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരത്തോടെ, പ്രയാസത്തോടെ, പ്രതിസന്ധിയുടെ നടുവിൽ ഒക്കെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഇവിടെ ഏലിയാവിനെ നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസൻ. അദ്ദേഹത്തെക്കുറിച്ച് 17-ാം അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ അവന്റെ പിതാവിനെ കുറിച്ചോ പിതാക്കന്മാരെ കുറിച്ചോ ഒന്നും നമുക്കറിയില്ല, വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഏതോ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല അവൻ ഇറങ്ങി വന്നത്, ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നത്. അവനെക്കുറിച്ച് പറയുന്നത് ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഗിലെയാദ് എന്ന ആ സ്ഥലത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അത് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണമെന്നാണ്. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആ ഗിലെയാദ് പട്ടണത്തെക്കുറിച്ച് പറയുന്നത് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം. അങ്ങനെയാണെങ്കിൽ അവന്റെ പട്ടണ പശ്ചാത്തലവും നല്ലതല്ല. പക്ഷേ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം അവനെ രംഗത്ത് കൊണ്ടുവരികയാണ്. തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഈ ഗിലെയാദിൽ നിന്ന് തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവിനെ രംഗത്ത് കൊണ്ടുവരികയാണ്. എന്താണ് അവനെ രംഗത്ത് കൊണ്ടുവരുവാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 16-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പട്ടണത്തിൽ നിന്ന്, ഒരു സാധ്യതയുമില്ലാത്ത ഒരു പട്ടണത്തിൽ നിന്ന് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ, അദ്ദേഹത്തെക്കുറിച്ച് യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞത് നമുക്ക് സമസ്വഭാവമുള്ള എന്നെ പോലെ, എൻ്റെ കേൾവിക്കാരെ പോലെയൊക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യനെ ദൈവം രംഗത്ത് കൊണ്ടുവരുവാൻ ഒരു പ്രവാചകനാക്കി ആഹാബ് എന്ന് പറയുന്ന ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നിർത്തി ദൈവത്തിന്റെ ശബ്ദമാക്കി മാറ്റാൻ, ദൈവത്തിന്റെ നാവാക്കി മാറ്റാൻ, ദൈവത്തിന്റെ വായാക്കി മാറ്റാൻ കാരണമുണ്ട്. ആ കാരണമാണ് ആ രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യം. എന്താണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്? വായിക്കാം. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുണ്ടാക്കി, അവൻ ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ബലിപീഠമുണ്ടാക്കി, അശേര പ്രതിഷ്ഠയുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്ക വിധം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ശ്രദ്ധിക്കണം, എന്താണ് ഈ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം രംഗത്ത് കൊണ്ടുവരുവാനുള്ള കാരണം? ആ സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിനെ, ദൈവജനത്തെ ഭരിച്ചുകൊണ്ടിരുന്ന 10 ഗോത്രത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്ക വിധം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. വിഗ്രഹ ആരാധനയിലേക്ക് ജനത്തെ കൊണ്ടുപോയി. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവജനത്തെ ദൈവത്തിൽ നടത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദേശത്ത് അന്യാരാധനയിലേക്ക് ദൈവജനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ആ പ്രവാചകന്റെ പേരാണ് ഏലിയാവ്. അവനെ എഴുന്നേൽപ്പിക്കാൻ കാരണമുണ്ട്. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഏലിയാവ് ഈ പ്രവൃത്തികളൊക്കെ കണ്ട് രാജ്യം ദൈവിക ആരാധനയിൽ നിന്ന് ദൈവത്തിൽ നകന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഭാരപ്പെട്ട് വേദനിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? ജനം നിന്നിൽ നകലുന്നു. ദൈവത്തെ ആരാധിക്കേണ്ട ജനം, ദൈവത്തെ പിൻപറ്റേണ്ട ജനം, ദൈവത്തെ അനുഗമിക്കേണ്ട ജനം, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ജനം ദൈവത്തിൽ നകന്നു മാറി ദൈവത്തെ കോപിപ്പിക്കുന്നു, മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഇത് മനസ്സിലാക്കി അദ്ദേഹം വേദനിക്കാൻ തുടങ്ങി. ദൈവപൈതലേ, നമുക്കും വേദനയുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഈ ദൈവദാസന് വേദനയുണ്ടായി. ഒരു സാധാരണ മനുഷ്യനായി ഏലിയാവിന് വേദനയുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളായിരുന്നു.
അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുവനെ തമ്പുരാൻ കണ്ടു. അവന്റെ ഹൃദയത്തിനകത്ത് ദൈവം ദൂത് കൊടുത്തു, പ്രവാചക ദൂത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, നീ അവിടുന്ന് എഴുന്നേറ്റ്, ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റ്, നീ ഈ രാജ്യത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് ഞാൻ പറയുന്ന ദൂത് നീ അവരോട് പറയണം. അങ്ങനെയാണ് ഏലിയാവ് രംഗത്ത് വരുന്നത്. ദൈവം ഇതിലെ ബൈബിൾ കോളേജ് പഠിച്ചോ, പിതാക്കന്മാർ പാസ്റ്ററായതുകൊണ്ടോ, ഏതെങ്കിലും സംഘടനയുടെ പൊസിഷനിൽ ഇരുന്നത് കൊണ്ടോ ഒന്നും അല്ല ദൈവം തെരഞ്ഞെടുത്തത്. അവന്റെ ഹൃദയത്തിനകത്തെ ആ ആഗ്രഹം, ജനം ദൈവത്തെ ആരാധിക്കണം, ജനം ദൈവത്തെ പിൻപറ്റണം, ജനം ദൈവത്തിൽ നിന്ന് അകലരുത്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്നവരായിരിക്കണം. ഈ ഒറ്റ ആഗ്രഹത്തിന്റെ ബലത്തിലാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തത്. അങ്ങനെയാണ് അവനെ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. സാധാരണ ഒരിടത്തല്ല അവനെ ശുശ്രൂഷിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയത്, ആഹാബിന്റെ കൊട്ടാരത്തിൽ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം സ്റ്റേജുകൾ ഒരുക്കും. ഇന്ന് ഈ സമയത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ദൈവജനത്തെ ആരാധനയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ പ്രാർത്ഥിക്കും. ദൈവജനം പ്രമാണത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രാർത്ഥിക്കും. ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ദൈവം ദൂത് കൊടുക്കും. അവനെ ദൈവം ചിലയിടത്ത് കൊണ്ടുപോയി നിർത്തും, ചില സ്റ്റേജുകൾ അവർക്ക് ഒരുക്കി കൊടുക്കും. അങ്ങനെ ഏലിയാവിനെ കൊണ്ടുവന്ന് ആഹാബിന്റെ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് ദൂത് പറയിപ്പിച്ചു. ദൂത് ഇതാണ്: ഇനി ഈ ആണ്ടുകളിൽ ഞാൻ പറയാതെ മഞ്ഞും മഴയും ഉണ്ടാകില്ല, ഒരു സമൃദ്ധിയും ഉണ്ടാകത്തില്ല. നോക്കിയാണ്, ദൈവത്തിന്റെ നാവായിട്ട് മാറുകയാണ്. അവൻ പറഞ്ഞത് ഇനി ഞാൻ പറയാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ സാധാരണക്കാരൻ അവിടെ കൊട്ടാരത്തിൽ കയറി ചെന്ന് ഇങ്ങനെ ഒരു ദൂത് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല. പക്ഷേ ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവന് മാത്രമേ മുഖം നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ, കൊട്ടാരങ്ങൾ നോക്കാതെ ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ദൂത് ആരും പറയില്ല. കാരണം ഇത് രാജ്യത്തിനെതിരായ ദൂതാണ്, നന്മകൾക്കെതിരായ ദൂതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹത്തിനെതിരായ ദൂതാണ്. ജനമെല്ലാം അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നല്ല കൊയ്ത്തനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ, പട്ടിണിയില്ലാതെ രാജ്യം സമൃദ്ധിയായി ഭക്ഷണങ്ങൾ കൊയ്ത്തായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമ്പോ, ഒരു മനുഷ്യൻ ചെന്ന് പറയുകയാണ്, ദൈവാത്മാവ് സംസാരിച്ച് പറയുകയാണ്, ഇനിയും ഇതൊന്നും നടക്കില്ല, ഇനിയും സമ്പൽ സമൃദ്ധി ഉണ്ടാകില്ല, ഇനിയും കൊയ്ത്തുകാലം ഉണ്ടാകില്ല, ഇനിയും അതിനാവശ്യമായ മഴയുണ്ടാകില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ശാപവാക്കുകൾ പോലെ തോന്നും. ഒരാത്മീയന് പോലും ഇങ്ങനെയുള്ള ദൂത് കേൾക്കുമ്പോൾ അതത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമുക്കെല്ലാം രാജ്യമോ ദേശമോ ഭവനമോ വ്യക്തികളോ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെയൊക്കെ ആഗ്രഹം ദൈവം തന്നെ അനുഗ്രഹിക്കുമെന്ന് പറയാനാണ്, അത് കേൾക്കാനാണ്. പക്ഷേ വ്യത്യസ്തമായൊരു ദൂത്, വ്യത്യസ്തമായൊരു ശൈലി, അതായിരുന്നു ദൈവം ഇറക്കിക്കൊണ്ടുവന്ന് ദൈവം നിർത്തിയ ഏലിയാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. നമ്മൾ ഏലിയാവിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് ചിന്തിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം, അങ്ങനെ ദൂത് പറയിപ്പിച്ച ഒരു മനുഷ്യൻ ഏലിയാവ്, ദൈവം ദൂത് പറയിപ്പിച്ച ഒരു മനുഷ്യൻ ഏലിയാവ്. ഇങ്ങനെ ദൂത് പറയുന്നവനെ ആത്മീയ മണ്ഡലത്തിൽ പോലും ആരും സ്വീകരിക്കുകയില്ല. ഇങ്ങനെ ദൂത് പറയുന്നവനെ ആത്മമണ്ഡലത്തിൽ പോലും ആരും സ്റ്റേജ് കൊടുക്കില്ല. അതറിയാവുന്ന ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഇത് പറയിപ്പിച്ച ശേഷം പെട്ടെന്ന് അവനോട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ, കെരിച്ചു തോട്ടിൽ പോയിരിക്കെ, അവിടെ പോയി ഒളിച്ചിരിക്കെ. നോക്ക് ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ദൂത് പറയുന്നവനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, ഒളിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ അതനുസരിക്കുന്ന ഏലിയാവ് അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. അതുവഴി തോട്ടിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവൻ ആ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കും. അതേ അവസരത്തിൽ ദൈവം അവന് വേണ്ടി ചില കരുതലുകൾ റെഡിയാക്കി. കാക്കയെ കൊണ്ട് അവനെ പോഷിപ്പിക്കുകയാണ്. ഓരോ ദിവസവും കാക്ക അവൻ അപ്പവും ഇറച്ചിയുമായിട്ട് വരും. അവൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ദൂത് നിവർത്തിയാകുകയാണ് പിന്നീട് നമ്മൾ കാണുമ്പോൾ.
ദൈവം പറഞ്ഞൊരു ദൂതും നിവർത്തിയാകാതിരിക്കില്ല. അവനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ മഞ്ഞ് നിന്നു, മഴ നിന്നു, ദേശം വരളാൻ തുടങ്ങി, കൊയ്ത്ത് നഷ്ടപ്പെടാൻ തുടങ്ങി. ദൈവം ഇതിൽ ശ്രദ്ധിക്കണം. 3 വർഷം ദേശത്ത് മഴ പെയ്തില്ല, കൊയ്ത്തില്ല, എല്ലാം കരിഞ്ഞുപോയി, സമൃദ്ധി നഷ്ടപ്പെട്ടു പോയി. നോക്കിയാട്ടെ, ഇപ്പോഴും അവനെ ഇരുത്തിയിടത്ത് അവൻ ഇരിപ്പുണ്ട്. അവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുണ്ട്. ദൈവത്തിന്റെ നാമായി മാറിയാൽ, ദൈവത്തിന്റെ ശബ്ദമായി മാറിയാൽ, ദൈവത്തിന്റെ അരുളപ്പാട് നീ വെളിപ്പെടുത്തിയാൽ ലോകം മുഴുവൻ നിനക്കെതിരാകും, ആത്മമണ്ഡലങ്ങൾ പോലും നിനക്കെതിരാകും. പക്ഷേ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കും. ദൈവം നിന്നെ വഴി നടത്തും. ഒരുപക്ഷേ ആ ദൂത് സ്വീകരിക്കാൻ അവിടെയുള്ള ആത്മീയർക്ക് പോലും കഴിയത്തില്ല. അവരും പറയും അവരൊറ്റയൊരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ ദൂത് ദൈവത്തിൽ നിന്ന് ഒരിക്കലും വരികയില്ല. അവൻ വേറെ രീതിയിൽ പറഞ്ഞതാണ്. അവനെ പല രീതിയിൽ അവനെ അപഹസിച്ചു കാണും, പരിഹസിച്ചു കാണും. അവനെ തിരക്കി നടക്കുന്ന കൊട്ടാരവും വേറെ ഭാഗത്ത് അവനെ കണ്ടുകിട്ടിയാൽ പിടിച്ചുകൊണ്ടുവരാൻ ആൾ കാണും. അവനാണ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രംഗം. എന്നാൽ അതേ അവസരത്തിൽ ദൈവം അവനെ ഇരുത്തേണ്ടിടത്തിരുത്തി അവൻ ആവശ്യമായ നന്മകൾ കൊടുത്ത് അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് അവനെ സരഫ്തിലെ കൊരിച്ചതോട് പറ്റിയപ്പോൾ സരഫ്തിലെ വിധവിലയുടെ വീട്ടിലേക്ക് നടത്തി അവിടെ വെച്ച് അവനെ പോഷിപ്പിക്കുന്ന രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് 18-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാകുമ്പോ ദൈവം അവനോട് വീണ്ടും സംസാരിക്കുകയാണ്. ഏലിയാവിനോട്, നീ ചെല്ലണം, തിരിച്ച് വീണ്ടും പണ്ട് കയറിയതുപോലെ ആ കൊട്ടാരത്തിൽ ആഹാബിന്റെ അടുക്കലേക്ക് നീ വീണ്ടും ചെല്ലണം. അങ്ങനെ അവൻ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും ചെല്ലുന്നു. അവിടെ വെച്ച് ദൈവാത്മാ പറഞ്ഞു, അവനെ എങ്ങോട്ട് വിളിക്കണം? കർമ്മേലിന്റെ കൊടുമുടിയുടെ ആ മലമുകളിലേക്ക് വിളിക്കണം. അവിടെ വെച്ച് സത്യദൈവം ഏതാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അങ്ങോട്ട് വരാൻ പറയണം. നോക്ക് ദൈവം ഇതിലെ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ഏലിയാവ് 2ാമത് കയറി ചെല്ലുമ്പോൾ ഏലിയാവിനെ കണ്ട ദൂരത്തു നിന്ന് കണ്ടിട്ട് ആഹാബ് എഴുന്നേറ്റ് അലറി വിളിച്ചൊരു കാര്യം പറഞ്ഞു, ഇസ്രായേലിനെ ദ്രോഹിച്ചവൻ നീയാണ്, ഇസ്രായേലിനെ ഈ പരുവത്തിലാക്കിയത് നീയാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് അതേ ഭാഷയിൽ നോക്കിയാൽ ഏലിയാവ് തിരിച്ചു പറഞ്ഞു, ഞാനല്ല, നീയും നിന്റെ പിതൃഭവനമാണ്. നിങ്ങളാണ് ദൈവത്തെ കോപിപ്പിച്ചത്, നിങ്ങളാണ് ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ടുമാറാൻ ജനത്തെ പ്രേരിപ്പിച്ചത്. വിരൽ ചൂണ്ടി സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞ് കർമ്മേലിലേക്ക് വരാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ഇവൻ കർമ്മേലിലേക്ക് പോകുകയാണ്. ആ സമയത്ത് ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരയുടെ 400 പ്രവാചകൻ 880 പ്രവാചകന്മാരെ കൊണ്ട് ആഹാബ് എന്ന് പറയുന്ന രാജാവും ഇസ്രായേൽ ജനവും കർമ്മേലിന്റെ കൊടുമുടിയിൽ ചെല്ലുകയാണ്. സത്യദൈവം, സത്യാരാധന എന്താണെന്ന് വെളിപ്പെടുത്താൻ. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ദൂതിലേക്ക് വരികയാണ്. അവിടെ വെച്ച് അന്യാരാധന 880 പ്രവാചകന്മാർ അവരുടെ ആരാധന വെളിപ്പെടുത്തിയിട്ടും തീ വെളിപ്പെട്ടില്ല, സ്വർഗം അനങ്ങിയില്ല, സ്വർഗം തുറന്നില്ല. എന്നാൽ അവരുടെ ആരാധന അവസാനിച്ച ശേഷം ഏലിയാവ് 4 വാക്കുകൾ നിന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് തീയിറങ്ങി. സ്വർഗം തുറന്ന് തീയിറങ്ങി സത്യാരാധന എന്താണെന്ന് വെളിപ്പെടുത്തി ജനത്തെ സത്യാരാധനയിലേക്ക് മടക്കി കൊണ്ടുവന്ന രംഗം അവിടെ കാണാൻ കഴിയും. അതിനുശേഷം ശ്രദ്ധിക്കണമേ, ഏലിയാവ് ചെയ്ത കാര്യം. അതിനുശേഷം ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, അവരിൽ ഒരുവനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിലരികെ കൊണ്ടുചെന്ന് അവരെ അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. കള്ളപ്രവാചകന്മാരെ മുഴുവൻ 480 880 പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കൊന്നു. ജനം മുഴുവൻ സത്യാരാധനയിലേക്ക് മടങ്ങി വന്നു. അവർ ദൈവത്തിന് വേണ്ടി ആർത്തു. സംഗതിയൊക്കെ കൊള്ളാം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഏലിയാവ് ചെയ്തതൊക്കെയും എന്താ ചെയ്തത്? തൻ്റെ പ്രവാചകന്മാരെ 880 പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ കൊട്ടാരത്തിലിരിക്കുന്ന ഇസബേൽ രാജ്ഞി തൻ്റെ സകല പ്രവാചകന്മാരെയും വാളുകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഇസബേൽ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യ ഇസബേൽ രാജ്ഞി ഒരു ദൂതനെ ഏലിയാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറഞ്ഞ കാര്യം, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവിധം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ,
പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, നീ 880 എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെയും കൊല്ലും. ഈ ഒരു ദൂത് ഏലിയാവിന്റെ അടുക്കലേക്ക് കൊട്ടാരത്തിൽ നിന്ന് പാസ് ചെയ്യപ്പെട്ടു. ഇത് കേട്ട ഏലിയാവ് ഭയപ്പെട്ടു. അവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഏലിയാവ് ഭയപ്പെട്ടു. എന്നിട്ട് അവൻ ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയിൽ ഉൾപ്പെട്ട ബേർശബയിൽ ചെന്ന് അവിടെ ഒരു ബാല്യക്കാരനെ താമസിപ്പിച്ചിട്ട് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെന്ന് ഒരു ചൂരച്ചയുടെ കീഴിൽ ഇരുന്ന് മരിക്കാൻ ഇച്ഛിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. കണ്ടോ ദൈവം, ഇതല്ലേ? ജീവഭയം വെളിപ്പെട്ടു, മരണഭീതി വന്നു, വലിയൊരു പ്രതിസന്ധി ദൈവദാസൻ അഭിമുഖീകരിക്കുകയാണ്. ഇതെല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ, ജീവിതം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്താ ഏലിയാവ് ഇവിടെ ഭയപ്പെടാൻ കാരണം? കാരണം ഇതാണ്, ഏലിയാവ് വിചാരിച്ചു സത്യദൈവം ആരാണെന്ന് സ്വർഗം തുറന്ന് തീയിറങ്ങിയത് കണ്ടോണ്ട് നിന്ന ഒരു രാജാവായിരുന്നു ആഹാബ്. അവനും അവന്റെ ഭാര്യയ്ക്കുമൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ ഏലിയാവ് വിചാരിച്ചു കാണും. അതുണ്ടായില്ല. അതുണ്ടാകാതെ അതിന് പകരം ഭീഷണിയാണ് വന്നത്. കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി കത്താ ലഭിച്ചത്. രണ്ടാമത്, ഇത്രയും വലിയൊരു ശുശ്രൂഷ ചെയ്തിട്ടും തന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന ഒരു ബോധ്യം ഏലിയാവിനെ ഭരിച്ചു കാണും. സത്യം അതല്ലേ? ഇത്രയും വലിയ ഒരു പ്രവൃത്തി, താൻ പറഞ്ഞതുപോലെ മഴ പെയ്യാതെ 3.5 വർഷം, താൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി ആലലി അത്ഭുതം, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടിട്ടും ആരും തന്റെ കൂടെ നിൽക്കാനില്ല. ഒറ്റയ്ക്കാണ് ഇപ്പോഴും നിൽപ്പ്. ശ്രദ്ധിച്ചു നോക്ക് ദൈവത്തിന്റെ പൈതലേ, ഈ ഒരു അനുഭവം വേദനിപ്പിക്കുന്ന അനുഭവമല്ലേ? അത് മാത്രമല്ല, നീണ്ട യാത്രയിലൂടെ തനിക്ക് ലഭിച്ച ക്ഷീണമുണ്ട്, ശാരീരികമായ ക്ഷീണമുണ്ട്. ഇതെല്ലാം അവനെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഒരു ചൂരച്ചയുടെ കീഴിൽ വന്നിട്ട് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒറ്റപ്പെടൽ ഒരു വലിയ വിഷയമാണ്. കൂടെ ആരും നിൽക്കാത്തത്, തന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കാത്തത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ അതാണ് ഏലിയാവിനെ ഭയപ്പെടുത്തിയത്. അദ്ദേഹം മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധി പഴയ നിയമത്തിലെ ഭക്തന്മാരാകട്ടെ പുതിയ നിയമത്തിലെ ഭക്തന്മാരാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഏലിയാവിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇത്രയും വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടും ഇവന്റെ ശുശ്രൂഷയെ അംഗീകരിക്കാൻ ആരുമില്ല. ഇതൊക്കെ ചിലരൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളാ ദൈവവേദലേ. ഇവൻ ദൈവത്തെ മാത്രം മുൻപിൽ കാണുന്നവനാണ്, ദൈവത്തെ മാത്രം ഉയർത്തുന്നവനാണ്. ഒരു പൊസിഷന് വേണ്ടിയുള്ള ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല. തനിക്ക് ഉയരാൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. താൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്, സത്യാരാധനയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ആരും അത് അംഗീകരിക്കുന്നില്ല, ആരും അതിനുവേണ്ടി സഹകരിക്കുന്നില്ല. പിന്നെന്തിനാ ജീവിക്കുന്നെന്നുള്ളൊരു ചിന്ത, അത് കൂടാതെ തന്നെ കൊല്ലുമെന്നുള്ള ഭീഷണിയും അതെവിടെ നിന്നാണ്? ഉയരങ്ങളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന്. ഇതെല്ലാം അവനെ ഭയപ്പെടുത്തി. ഇപ്പൊ അവന്റെ പ്രാർത്ഥന മരിച്ചാൽ മതി, ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ ഈ ആത്മീയ പിതാക്കന്മാരെ പോലൊന്നും വലിയ ആളല്ല. അതാണ് ആ ഭാഗങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അങ്ങനെയാണ്, എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചൂരച്ചയുടെ തണലിൽ പ്രാർത്ഥിച്ച് മരിക്കാൻ വേണ്ടി കിടന്നുറങ്ങുമ്പോ ഇതാ ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേക്ക് തിന്നുക എന്ന് പറഞ്ഞു. അവന് വേണ്ടി കനലിൽ ചുട്ട അടയും തുരുത്തി വെള്ളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്ക് ദൈവത്തിന്റെ പേരിലെ അവന്റെ ശാരീരികമായ ക്ഷീണത്തെ മാറ്റുവാൻ അവന് വേണ്ടി ഭക്ഷണം ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു ദൂതനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ദൈവം പ്രതിസന്ധികളിൽ കൈവിടുന്ന ദൈവമല്ല. എന്താണ് ഇവന്റെ ആഗ്രഹം? എന്തായിരുന്നു? മരിച്ചാൽ മതി. പക്ഷെ ദൈവം അത് അനുവദിക്കത്തില്ല.
കാരണം ഇവൻ അവിടെ മരിച്ചു കിടന്നാൽ പിന്നീട് അത് ജനം കണ്ടാൽ പറയും, ഓ ഇവൻ പണ്ട് അവൻ മഴ നിർത്തിയവനാണ്, പണ്ട് വലിയ ശുശ്രൂഷയായിരുന്നു, ഇവൻ കർമ്മേലിൽ തീയിറക്കിയവനാണ്, ഇവൻ ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ തിരിച്ചു കൊണ്ടുവന്നവനാണ്. അങ്ങനെയുള്ള സാക്ഷ്യമുള്ളവൻ, ദൈവത്തിനു വേണ്ടി നിന്നവൻ താഴ്വരയിൽ തകർന്നു കിടക്കുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാം, ആരൊക്കെ നിന്റെ അവസാനം കാണാൻ ആഗ്രഹിച്ച് കാത്തിരുന്നാലും ദൈവം സമ്മതിക്കില്ല. ദൈവം സമ്മതിക്കില്ല. നീ തീർന്നു കിടക്കുന്നത് കാണാൻ, നീ അവസാനിച്ച് കിടക്കുന്നത് കാണാൻ, നീ ഒരു പരിഹാസപാത്രമായി കിടക്കുന്നത് കാണാൻ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവം അത് അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിയെ, നീ മറ്റുള്ളവർക്ക് ഇടുവെന്ന് പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നീ ദൈവനാമത്തെ ഉയർത്തുന്നവനാണെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവളാണെങ്കിൽ, ദൈവ ശബ്ദത്തെ പിൻപറ്റുന്നവരാണെങ്കിൽ, ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവരാണെങ്കിൽ, നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അത് കാത്തു നിൽക്കുന്ന ആളുകൾ കണ്ടേക്കാം, വീട്ടുകാർ കണ്ടേക്കാം, ബന്ധുക്കൾ കണ്ടേക്കാം, അവരെല്ലാം പരിഹാസമായി പലതും പറഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ നീ അവസാനിക്കാൻ ദൈവം അനുവദിക്കില്ല. ഏലിയാവേ, നിന്റെ ആഗ്രഹവും മരിച്ചാൽ മതി എന്നായിരിക്കാം, ആരും നിന്റെ കൂടെ ഇല്ല എന്നുള്ള ചിന്ത നിന്നെ ഭരിച്ചെന്ന് വന്നേക്കാം, നിന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നലുണ്ടായേക്കാം. അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് നീ എന്നോട് പറഞ്ഞാലും, നീ മരിച്ച് നിന്റെ ബോഡി അവിടെ അഴുകിക്കിടക്കുന്നത് കണ്ടിട്ട് ആളുകൾ, ഓ ഇവൻ ആരാന്നറിയത്തില്ല എന്ന് പറയിപ്പിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. നീ തോറ്റു എന്ന് പറയുന്നത് പറയിപ്പിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. നീ തകർന്നു പോയി എന്ന് പറയിപ്പിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഇയ്യോബിനെ നമുക്കറിയാം. എല്ലാം അവസാനിച്ച്, എല്ലാം ഉണ്ടായിരുന്നവൻ, 7000 ആടും 3000 ഒട്ടവും 500 ഏർകാളയും 500 പെൺകഴുതയും 10 മക്കളും നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നവൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതായി മാറി. പക്ഷേ അത് കണ്ട് എല്ലാവരും പറഞ്ഞു, അവന്റെ കൂട്ടുകാർ പോലും അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനാളത്ര ശരിയല്ല. വിധിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു, നിന്റെ നഷ്ടങ്ങൾ കണ്ടിട്ട്, നിന്റെ വീഴ്ചകൾ കണ്ടിട്ട് നിന്നെ വിധിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായെന്ന് വന്നേക്കാം. കൂട്ടുകാർ വരെ പറഞ്ഞു, ഇവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ വലിയ ആരാധനക്കാരെന്നും ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ അഹം ശരിയല്ല, ഇവൻ ആള് ശരിയല്ല, ഇവന്റെ എന്തോ കുഴപ്പം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നഷ്ടങ്ങൾ വരുന്നത്, കഷ്ടങ്ങൾ വരുന്നത്, പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴും ദൈവം കൈവിട്ടില്ല. ദൈവം ഇതല്ലേ, ദൈവം കൈവിട്ടില്ല. ദൈവം അവനെല്ലാം മടക്കി കൊടുത്തവനെ മാനിച്ചെങ്കിൽ എൻ്റെ ദൈവം നീ തകരാൻ അനുവദിക്കുന്ന ദൈവമല്ല. കാരണം ചില കാര്യങ്ങളൊന്നും ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയില്ല, ദൈവം പ്രവർത്തിച്ചേ പറ്റൂ. ജോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിൽ അവൻ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഇറങ്ങി ഓടേണ്ട ഒരു അനുഭവം വന്നു. പക്ഷെ അവന്റെ വസ്ത്രം ഇപ്പോൾ ആരുടെ കയ്യിലാ? പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ കയ്യിലാ. തെളിവ് അവളുടെ കയ്യിലുണ്ട്. ജോസഫ് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയല്ല. കാരണം തെളിവാണ്, കാഴ്ചയാണ്. ഇന്നത്തെ ആളുകൾ, അന്നത്തെ ആളുകളെ പോലെ ഇന്നത്തെ ആളുകളുടെയും ആഗ്രഹം, അവരുടെ ചിന്തകളെ ഭരിക്കുന്ന അങ്ങനെയുള്ള കാര്യമാണ്. അതുകൊണ്ട് ജോസഫ് ആരോടെങ്കിലും കാര്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുകയല്ല. ഞാൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല. അവർ ചോദിക്കും, നിന്റെ വസ്ത്രം എന്തിയായി? നിന്റെ വസ്ത്രം ഇപ്പോൾ അവളുടെ കയ്യിലാണല്ലോ. സാഹചര്യം ആർക്കും അറിയാം, സത്യം ആർക്കും അറിയില്ല. സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ജനമാണ് നമ്മുടെ ചുറ്റും. എന്നാൽ ദൈവം ഒരു ദിവസം വെളിപ്പെടുത്തി, ആ ജോസഫിനെ ദൈവം ഉയർത്തിക്കൊണ്ട് അവൻ ആരാണെന്ന്, നിഷ്കളങ്കനാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് വരെ കാത്തിരുന്നു ജോസഫ്. അതിനിടയിൽ കാരാഗ്രഹം ഉണ്ടായി എന്നുള്ള സത്യമാ. പക്ഷേ കാരാഗ്രഹത്തിൽ നിന്ന് കയറിപ്പോയത് അതേ മിസ്രൈമിനെ ഭരിക്കുന്ന ഭരണാധികാരിയായിട്ടാണ്. അവന്റെ കീഴിലാക്കി. ബാക്കിയെല്ലാം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മളെ മാനിപ്പിക്കുന്ന ദൈവമാണ്, നമ്മുടെ സത്യം തിരിച്ചു വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇങ്ങനെ ഭക്തന്മാരുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഹിസ്കിയാവിന് നമുക്കറിയാം, ഹിസ്കിയാവ് ദൈവത്തെ ആശ്രയിക്കുന്നവരാണ് ഭക്തന്മാർ. ഹിസ്കിയാവിനെ എൻ്റെ അടുക്കിലേക്ക് പ്രവാചകനെ അയച്ചിട്ട് ദൈവം പറയിപ്പിച്ചൊരു കാര്യമുണ്ട്, നീ പെട്ടെന്ന് ഗ്രഹകാര്യം ക്രമീകരിച്ചു, നീ മരിക്കാൻ പോവുകയാണ്, പെട്ടെന്ന് ക്രമീകരിക്കണം, ജീവിതം തീർന്നു, വലിയൊരു പ്രതിസന്ധിയാണ്.
പക്ഷെ അവൻ ആ സെക്കൻഡിൽ എന്താ ചെയ്തത്? അവൻ ആശ്രയിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. പ്രശ്നം രൂക്ഷമാണ്, മരണമാണ് മുൻപിൽ വെളിപ്പെടാൻ പോകുന്നത്. പക്ഷെ അവൻ ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. അവൻ എന്താ ചെയ്ത്? അവൻ ചുമരിനോട് ചേർന്ന് തിരിഞ്ഞ് അവൻ അയ്യോ യഹോവേ എന്നൊരൊറ്റ വിളിയാ. കാരണം ആ ചുമരിന് പറയാൻ ചില സാക്ഷ്യങ്ങളുണ്ട്. ഹിസ്കിയാവ് ആരാണെന്ന് അവനറിയാം. ആ ചുമരിനറിയാം. ചുമർ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചകൾക്ക് അവസാനമായി കണ്ട കാഴ്ചയാണ് ചുമരിനോട് ചേർന്നിട്ട് ഒറ്റ വിളിയാണ്, അയ്യോ യഹോവേ. ആ വിളി കേട്ട് ദൂത് പറഞ്ഞ് ഇറങ്ങിപ്പോയ പ്രവാചകനെ തിരിച്ചു കൊണ്ടുവന്ന് ആയുസ് 15 വർഷം നീട്ടിക്കൊടുത്ത ഹല്ലേലൂയ, നീ അവസാനിക്കാതെ എന്നെ മുൻപോട്ട് നടത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ, എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ഭാരപ്പെടാതെ എൻ്റെ സഹോദര, ഭാരപ്പെടാതെ സഹോദരി, ദൈവദാസനെ ഭാരപ്പെടാതെ. പ്രതിസന്ധികൾ ആരുമില്ലെങ്കിലും നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നിന്നെ വഴി നടത്താൻ അവൻ വീണ്ടും ഇറങ്ങി വരും. അവന്റെ ശബ്ദമായിട്ട് തീർന്നു എന്നുള്ള ശബ്ദം കേട്ട്, അവസാനിച്ചു എന്ന ശബ്ദം കേട്ട് ഹല്ലേലൂയ അവിടെ ഇട്ടച്ചു പോകുകയല്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായതുകൊണ്ട് അതേ പ്രവാചകനെ തിരിച്ചു കൊണ്ടുവന്ന് അതേ ദൈവശബ്ദം കേൾപ്പിച്ചു തന്റെ ആയുസ് 15 വർഷം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ മുൻപോട്ട് നയിച്ച ഒരു ദൈവമായി എന്റെയും നിങ്ങളുടെയും ദൈവം. അതുകൊണ്ട് ഭാരപ്പെടല്ലേ ആരും. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവശബ്ദമുണ്ട്. നിന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ നമുക്കറിയാം. തന്റെ ശരീരത്തിൽ ഒരു വലിയ ബലഹീനത, തനിക്ക് മുൻപോട്ട് ഒരു ചുവട് നടക്കാൻ പറ്റുകയില്ല, മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. തന്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. സാധാരണ പ്രാർത്ഥിക്കുന്നയാളാണ് പൗലോസ്. തുടക്കം മുതലേ ദമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവിക വിടുതൽ അനുഭവിച്ച നാള് മുതൽ, ദൈവത്തിന്റെ വിളി കേട്ട നാള് മുതൽ പ്രാർത്ഥിക്കുന്നവനാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നയാളല്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്, ദൈവവുമായി ബന്ധമുള്ളയാളാണ്. പക്ഷെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആ വിഷയം ശ്രദ്ധയോടുകൂടി തന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹം പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. 2 പ്രാവശ്യവും യാതൊരു മറുപടി ഉണ്ടായില്ല. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം വന്നത്, പൗലോസേ വിഷയം മനസ്സിലായി, ഞാൻ എൻ്റെ കൃപ നിനക്ക് തരാം, അത് ബലഹീനതയിൽ തികവുള്ളതായി മാറും, തികഞ്ഞു വരും, നിന്നെ അത് മുൻപോട്ട് നടത്തും ആ കൃപ. പൗലോസ് പറഞ്ഞു, അത് മതി, എന്റെ ശാരീരിക ബലഹീനത മാറിയില്ലെങ്കിലും വിഷയമല്ല, ആ ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചാൽ അത് മതി. എന്റെ ദൈവം പ്രതിസന്ധികളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവങ്ങളിൽ ഇറങ്ങി വന്ന് നിന്നെ കൃപ നൽകി ബലപ്പെടുത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. 56-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്ന കാര്യമുണ്ട്. ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഫെലിസ്ത്യന്മാരുടെ കയ്യിൽ അകപ്പെട്ടു നിൽക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു രംഗം അവിടെയുണ്ട്. 56-ാം സങ്കീർത്തനത്തിൽ 56-ാം സങ്കീർത്തനത്തിൽ ശത്രുക്കളുടെ നടുവിൽ അകപ്പെട്ടു നിൽക്കുന്ന ദാവീദ്, പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ദാവീദ്, ഉപദ്രവങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദാവീദ്. ആ ഉപദ്രവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്ക്, മനുഷ്യർ എന്നെ വിഴുങ്ങാൻ പോകുന്നു, അവർ ഇടവിടാതെ എന്നോട് പൊരുതുന്നു, അവർ എന്നെ ഞെരുക്കുന്നു, ആ ശത്രുക്കൾ എന്നെ വിഴുങ്ങാൻ ഭാവിക്കുന്നു. നോക്കിയേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നേ. വിഴുങ്ങാൻ പോകുന്നു, പൊരുതുന്നു, ഞെരുക്കുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ചില കൂട്ടുകെട്ടുകൾ അവനെതിരായിട്ട് വെളിപ്പെടുകയാ. സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിരാളികൾ വെളിപ്പെടുകയാ. എല്ലാ തലങ്ങളിലും പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം അറിയാം. അദ്ദേഹം സാധാരണക്കാരനല്ല കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു കല്ലുകൊണ്ട് ഫെലിസ്ത്യ മല്ലനായ, നാളുകളായി വെല്ലുവിളിച്ച് ഇസ്രായേൽ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന ഫെലിസ്ത്യ മല്ലനായ ഗോല്യാത്തിനെ ഒരു കല്ലിന്റെ ബലത്തിൽ തോൽപ്പിച്ചതാണ്. ഒരു കല്ലുകൊണ്ട്. ഹല്ലേലൂയ, ബലം ദൈവത്തിൻ്റെതാണ് കേട്ടോ. ആ ബലത്തിൽ നിന്നുകൊണ്ട് ഒരു കല്ലുകൊണ്ട് ആ ഫെലിസ്ത്യ മല്ലനെ താഴെയിട്ട് പൊരുതാൻ അറിയാവുന്ന ഒരുവനാണ് ദാവീദ്. പക്ഷെ ഇവിടെ പറയുകയാണ്, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ. 1-ാം വാക്യത്തിൽ 56-ന്റെ 1 ഇങ്ങനെ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. നല്ലതുപോലെ പൊരുതാൻ അറിയാവുന്നവൻ, യുദ്ധം അറിയാവുന്നവൻ, പണ്ടത്തെ പഴയ പശ്ചാത്തലം വെച്ച് ആ ഒരു കല്ലുകൊണ്ട്
ഒരു കവണ കൊണ്ട് ഒരു മല്ലനായ ഗോല്യാത്തിനെ, ഒരു സൈന്യത്തെ പുറകോട്ട് നയിച്ച, പേടിപ്പിച്ച ആ മല്ലനായ ഗോല്യാത്തിനെ കല്ലുകൊണ്ട് അവസാനിപ്പിച്ചവൻ പൊരുതാൻ അറിയാവുന്നവനാ. സിംഹത്തെ വലിച്ചു കീറിയവൻ സാക്ഷ്യമുള്ളവനാണ്. കരടിയെ വലിച്ചു കീറിയവൻ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളവൻ. പക്ഷേ വിഷയം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ അല്ലെങ്കിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കണ്ടോ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ വരുമ്പോൾ നീ മനുഷ്യരിലേക്ക് നോക്കല്ലേ. കാരണം അവരെല്ലാം നിന്നെ പരിഹസിക്കും, അവരെല്ലാം നിന്നെ അപമാനിക്കും, അവരെല്ലാം പണ്ടത്തെ കാര്യങ്ങൾ. യേശുവിനെ പോലും അങ്ങനെയായിരുന്നു. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് അപ്പം തിന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞെന്താണെന്നറിയാവോ? അല്ലല്ല, നീ ദൈവം വലിയ പുള്ളിയാണല്ലോ, നീ ഒന്ന് ഇറങ്ങി വാ താഴോട്ട്, നീ പണ്ട് അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, എന്ന് ഇറങ്ങി വാ താഴോട്ട്, നീ മരിച്ചവരെ ഉയർപ്പിച്ചവരല്ലേ, ഇറങ്ങി വാ താഴോട്ട്. കണ്ടോ കണ്ടോ കണ്ടോ, പരിഹസിക്കുകയാണ്. മനുഷ്യർ പരിഹസിക്കുന്നവരാണ്. മനുഷ്യര് പഴയത് പറഞ്ഞു നിന്നെ നിന്ദിക്കുന്നവരാണ്. നിന്റെ ഉള്ള ശക്തിയെ കൂടെ കെടുത്തുന്നവരാണ്. അതുകൊണ്ട് വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കരുത്. കാരണം അവരുടെ വാക്കുകൾ നിന്നെ ബലപ്പെടുത്തുകയില്ല. യോബ് പറയാൻ, നിങ്ങൾ 10 പ്രാവശ്യം എന്റെ ബലത്തെ കെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞു, എന്റെ ക്ഷീണാവസ്ഥയിൽ എന്നെ നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞു. എന്റെ സ്നേഹിതന്മാരെ 10 പ്രാവശ്യം ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. യോബെ കിട്ടുകയില്ല. അവർ നിന്റെ സ്നേഹിതന്മാരായിരുന്നിരിക്കാം, പക്ഷേ നിന്റെ പ്രതിസന്ധിയിൽ അവരുടെ വായിൽ നിന്ന് ബലമുള്ള വാക്കുകളൊന്നും വരികയില്ല. കാരണം അവർ സാഹചര്യത്തെ ആളെന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എല്ലാ മനുഷ്യന്റെയും സ്വഭാവം അതാണ്. ആത്മാവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ. ആത്മാവിൽ നയിക്കപ്പെടുന്നവന് മാത്രമേ താഴ്ചയുള്ളവനെ ഉയർത്താൻ പറ്റൂ. അല്ലാത്തവരെല്ലാം പരിഹസിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന കണ്ടോ. അവനെ പൊരുതാൻ അറിയാവുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. തൻ്റെ കൂടെ നല്ല സൈന്യാധിപനായ യോബാബുള്ള ആളാണ്. യോബാബ് എന്ന് പറയുന്ന പടത്തലവനുള്ള ഒരു സൈന്യത്തിന്റെ അധിപനാണ് ദാവീദ്. പക്ഷെ അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പുള്ളി വിഷയം വന്നാൽ ദൈവത്തിൽ ആശ്രയിക്കും, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയല്ല. നല്ല ദൂത് പറയുന്ന അഭിനത്തോഫേൽ അദ്ദേഹത്തിന്റെ ആ ഗാങ്ങിനകത്തുണ്ട്, പക്ഷേ പുള്ളി അങ്ങോട്ട് പോവുകയില്ല. നല്ല ആലോചന പറയുന്ന പ്രവാചകന്മാരുണ്ട്, നാദാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, പക്ഷെ പുള്ളി അങ്ങോട്ട് പോവുകയില്ല. കാരണം പുള്ളിക്ക് ഒരാളെ അറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നെ നടത്താൻ കഴിവുള്ള ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അദ്ദേഹം മനുഷ്യരിലേക്ക് പോകില്ല, പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോകില്ല. പുരോഹിതന്മാർക്ക് അദ്ദേഹത്തിന്റെ കൂടെ പുരോഹിതന്മാരുണ്ട്. അത്യാവശ്യം വന്നാൽ ഏഫോദ് കൊണ്ടുവന്ന് കൊടുത്ത് ബലപ്പെടുത്തുന്ന പുരോഹിതന്മാരുണ്ട്, പക്ഷേ അങ്ങോട്ടും അദ്ദേഹം പോകില്ല. അദ്ദേഹം എവിടെ പ്രതിസന്ധി വന്നാലും, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എവിടെ പ്രതിസന്ധി വന്നാലും അദ്ദേഹം ദൈവമുഖം അന്വേഷിക്കും. നമ്മുടെ സ്വഭാവം അതായിരിക്കണം. ഇവിടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ മനുഷ്യരെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ട് മാറിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 56-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങാൻ പോകുന്നു, അവർ ഇടവിടാതെ എന്നോട് പൊരുതി എന്നെ ഞെരുക്കുന്നു, എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങാൻ പോകുന്നു. ഗർവത്തോടെ എന്നോട് പൊരുന്നവർ ഒരാളല്ല, അനേകരാണ്. കണ്ടോ, ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. മൊത്തത്തിൽ പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രതികൂലമാണ്, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, പ്രതിസന്ധിയാണ്. നിന്റെ കൃപ വേണം, നിന്നിൽ ഞാൻ ആശ്രയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. അതാണ് അടുത്ത വാക്ക്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴ്ത്തും. 3 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിനകത്ത് ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴ്ത്തുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. എനിക്കൊന്നറിയാം, ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്ന ശബ്ദം അവന്റെ അടുക്കൽ നിന്ന് വരും. ആ വചനത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, പുകഴും. എന്റെ ബലമെന്ന് പറയുന്നത് നിന്റെ ശബ്ദമാണ്, നിന്റെ വചനമാണ്. 3 പ്രാവശ്യം അത് 10-ാം വാക്യത്തിനകത്ത് 11-ാം വാക്യത്തിനകത്തൊക്കെ ആ ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ദൈവവേദന ഇതാണ് ഒരു ഭക്തന്റെ സ്വഭാവമെന്ന് പറയുന്നത്. വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ, പ്രതിസന്ധി വെളിപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ അവന്റെ ശബ്ദം നിന്റെ അടുക്കിലേക്ക് വരും. ആ ശബ്ദം നിന്നെ ബലപ്പെടുത്തും. ആ ശബ്ദത്തിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് ശക്തി ലഭിക്കും. അവൻ പറയുന്ന വാക്ക് അവിടെയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ അടുത്ത വാക്ക് പറയാ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ മനുഷ്യനെ ഭയപ്പെടുകയില്ല. മനുഷ്യന് അല്ലെങ്കിൽ ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടോ, തുടക്കത്തിൽ എങ്ങനായിരുന്നു ദൈവവിധയിലെ? മനുഷ്യരെല്ലാം എതിരെ പ്രതിസന്ധിയാണ്, ഹല്ലേലൂയ, നിന്ദയാണ്, അപമാനമാണ്, മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവമാണെന്ന് പറയുമ്പോൾ ഞെരുക്കുന്നു, വിഴുങ്ങുന്നു, കുടുക്കുന്നു, കെണിയിൽ അകപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ ആള് ദൈവശബ്ദം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവ വചനത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല. ആ വാക്യം എത്രയെന്നറിയാം? 4-ാം വാക്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടോ, അവിടെ മാത്രമല്ല, പിന്നീട് സിക്ലാഗിന്റെ അനുഭവം വന്നപ്പോ, തന്റെ നന്മ മുഴുവൻ ശത്രു എടുത്തുകൊണ്ട് പോയപ്പോ, തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പോ, ശത്രുക്കൾ കൊണ്ടുപോയപ്പോ, അവന്റെ കൂടെയുള്ളവർ, അവനാൽ അനുഗ്രഹം പ്രാപിച്ചവരുടെ കുടുംബങ്ങളെ മുഴുവൻ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോ, അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ കല്ലെറിയാൻ തുടങ്ങിയപ്പോ, കല്ലെടുത്തെറിയാൻ തുടങ്ങിയപ്പോ, ഒറ്റപ്പെടുത്തിയപ്പോ, ഉപദ്രവിച്ചപ്പോ, പുസ്തകം പറയുന്നു, ദാവീദോ അവന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. അവന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ഞാൻ തിരികെ പിടിക്കുമോ ഇവരെ? നഷ്ടപ്പെട്ടത് ഞാൻ തിരികെ പിടിക്കുമോ? ദൈവം പറഞ്ഞു, നീ പിടിക്കും. പിന്നീട് പിടിച്ചെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്ത ചരിത്രമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിക്കണം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവവചനം സംസാരിക്കുന്ന, ദൈവവചനത്തെ സ്വീകരിക്കുന്ന, അനുസരിക്കുന്ന, ആരാധിക്കുന്ന, പിൻപറ്റുന്ന, ദൈവത്തെ ഉയർത്തുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിസന്ധികളിൽ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കരുത്. മനുഷ്യരുടെ വാക്കുകൾ നിന്നെ തളർത്തുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കൊതിക്കുക. ശബ്ദം ഇടിമുഴക്കത്തിന്റെ മറവിൽ വെളിപ്പെടുന്നതാണ്. പ്രതിസന്ധി വരുമ്പോൾ നീ മുകളിലൊക്കെ നോക്ക്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കും. അതിനകത്തുനിന്ന് നിന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ അതാ സംഭവിച്ചത്. ഈ ഏലിയാവിനെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കിക്കിടന്നവനെ ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയാണ്. ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ആ ദൂതനെ അയച്ച് അവന് അപ്പം കൊടുത്ത്, അടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവനെ ബലപ്പെടുത്തിയപ്പോൾ അവൻ എന്തറിയാമോ? എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ് അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യം വന്ന് രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ബർശേബയിൽ കിടന്നവൻ 40 ദിവസം കൊണ്ട് ക്ഷീണിച്ച് കിടന്നവൻ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടന്നവൻ അവിടെ നിന്ന് നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. രക്ഷ അവിടെ ദൈവവൈതലേ. ഉള്ള ബലത്തിൽ, ദൈവവചനത്തിന്റെ ബലത്തിൽ നടക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ നടന്ന് എവിടെ ചെല്ലണം? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തണം. ഈ ഹോരേബിന്റെ ഒരു ചരിത്രം മുൻപുണ്ട്. മോശയോട് ചോദിച്ചാൽ മതി. 40 വർഷത്തെ ആടുജീവിതത്തിന്റെ അവസാനം അവൻ എങ്ങനെയോ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. അവിടെ വെച്ച് മുൾപ്പുണർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവന്റെ യാത്രയെ ഒരു അത്ഭുതമാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം. അവസാനിച്ചു എന്ന് പറഞ്ഞ അവന്റെ യാത്രയെ ഒരു അത്ഭുതമാക്കി മുൻപോട്ട് യാത്ര ചെയ്യിപ്പിച്ച, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിപ്പിച്ച ചരിത്രം എവിടെ നിന്നാ തുടങ്ങിയെന്നറിയാമോ? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തിയപ്പോഴാണ്. ആ മുൾപ്പടർപ്പിനകത്ത് നിന്നുകൊണ്ട്, മോശേ, നിന്റെ ജീവിതം തീർന്നില്ല, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, അടുത്ത ഒരു പടിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിറക്കിയ രംഗം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബദലേ, കേൾക്കുന്ന ദൈവവചനത്താൽ, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ദൈവജനമേ, ആളുടെ ലഭിക്കുന്ന ദൈവവചനത്താൽ നടന്ന്, ആ പ്രതിസന്ധികളിലൂടെ നടന്ന് എവിടെ എത്തണം? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തണം.
ഇവിടെ അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ 40 രാവും 40 പകലും കൊണ്ടെത്തി. ഏതിൻ്റെ ബലത്തിലാ? ഒരു അടയും ഒരു തുരുത്തി വെള്ളത്തിൻ്റെയും ബലത്തിൽ. ദൈവം തന്ന ആ അടയും ആ വെള്ളത്തിൻ്റെയും ബലത്തിൽ 40 രാവ് 40 പകലും നടന്നവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലെത്തി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ കണക്ക് കൂട്ടിയാൽ 500 മൈൽ 40 ദിവസം കൊണ്ട് നടന്നെന്ന്. ഏതിൻ്റെ ബലത്തിൽ? ഹല്ലേലൂയ. കയ്യിലിരിക്കുന്ന അപ്പക്കഷണങ്ങളുടെ ബലത്തിലല്ല, ഒരു അടയുടെയും ഒരു തുരുത്തി വെള്ളത്തിന്റെയും ബലത്തിൽ. എന്നെ ദൈവം ഇതിലെ നിനക്കുള്ളത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്താൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അയ്യോ, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് അതില്ല ഇതില്ല പറയാതെ നിനക്കുള്ളത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്തി, തൃപ്തിയുള്ളവനാക്കി നടത്തി നിന്നെ ജയത്തോടെ നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ മതി. അവരുടെ 40 വർഷം നടന്നപ്പോൾ അവരുടെ വസ്ത്രം അഴുകിപ്പോയില്ല, പന്നലായി പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന് പുസ്തകം. എന്ന് പറഞ്ഞാൽ നിനക്കുള്ളത് കൊണ്ട് നിന്നെ അത്ഭുതകരമായി നടത്താൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമാണ് നിന്റെ ദൈവം, എൻ്റെ ദൈവം. നമ്മൾ സേവിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല. നിനക്കുള്ളത് കൊണ്ട് നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് വിശ്വസിക്ക്. ഇവിടെ താണ്ട് ഏകദേശം 500 മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടൻ ഭാഷയിൽ പറഞ്ഞാൽ 830 കിലോമീറ്റർ ഹല്ലേലൂയ നടന്നെന്ന്. മുമ്പേ ശരീരം ക്ഷീണിച്ചവനായിരുന്നു. ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടന്നവനാണ്. എന്നാൽ ഇപ്പോൾ അവൻ നടക്കുന്നത് എത്രയെന്നറിയാമോ? 500 മൈൽ 830 കിലോമീറ്റർ. അവൻ ആ ദൈവത്തിൻ്റെ ശബ്ദത്താൽ ആ ദൂതൻ കൊടുത്ത അടയുടെയും തുരുത്തി വെള്ളത്തിൻ്റെയും ബലത്താൽ അവൻ നടക്കുകയാണ്. നടന്നവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ വന്നിരിക്കുമ്പോഴാണ്, ഒരു ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട്, മറ്റിടത്തൊക്കെ ദൂതൻ വന്നെങ്കിൽ ഇവിടെ ദൈവം ഇറങ്ങി നേരിട്ട് വന്നിട്ട് തൻ്റെ ഭക്തനോട് പറയുകയാണ്, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? എനിക്ക് നിന്നെ വീണ്ടും ഉപയോഗിക്കാനുണ്ട്, ഇനിയും നീ ഒരു യാത്ര ചെയ്യാനുണ്ട്, ഇനിയും എൻ്റെ ശുശ്രൂഷ ചെയ്യാനുണ്ട്, നീ അടുത്ത രാജാവിനെ ഇസ്രായേലിൽ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്, നിനക്ക് പകരം ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്തേണ്ടതായിട്ടുണ്ട്. ശുശ്രൂഷ തീർന്നിട്ടില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ. നിന്റെ ബലമില്ലായ്മ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്നെ വീണ്ടും ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ, നിന്നെ വീണ്ടും മുൻപോട്ട് നയിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ ക്ഷീണങ്ങൾ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ അവസാനിപ്പിക്കുന്ന ദൈവമല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ ഇല്ലാതാക്കുന്ന ദൈവമല്ല, നിന്നെ മറ്റുള്ള മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുന്ന ദൈവമല്ല എൻ്റെ ദൈവം. ഈ ദൈവം ഇന്നും എന്നും നാളെ നടത്താൻ കഴിവുള്ള ദൈവമാണ്. കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രതിസന്ധിയുടെ മുൻപിലോ പ്രശ്നങ്ങളുടെ മുൻപിലോ ഭാരത്തോടെ മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളുടെ നടുവിൽ പരിഹാസപാത്രമായോ ആരുടെയും നിന്ദിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുക. ഇല്ല, നിനക്ക് വീണ്ടും മുൻപോട്ട് പോകാനുണ്ട്. കരുത്തോടെ നിന്നെ മുൻപോട്ട് നയിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി വന്ന് ഏലിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് മുൻപിൽ നിന്നുകൊണ്ട് പറയുക, ഇത് തന്നെയാണ് അബ്രഹാമിന്റെ മുൻപിൽ 17-ാം അധ്യായത്തിൽ ഇനിയും തനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് തിരിച്ചറിവോടുകൂടെ തലകുനിച്ചിരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് ഇനിയൊരു കുഞ്ഞുണ്ടാകാനുള്ള ബലമില്ല എന്ന് മനസ്സിലാക്കി, അവിടെ നിർജീവത്വം മനസ്സിലാക്കി തലകുനിച്ചിരുന്ന അബ്രഹാമിന്റെ അടുക്കൽ അതുവരെ ഇറങ്ങി വരാത്ത ആ ദൈവം 17-ാം അധ്യായത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, സത്യമാടാ കുഞ്ഞ്, നീ ക്ഷീണിച്ചെന്നുള്ളത് സത്യമാ, നിന്റെ ഭാര്യ ക്ഷീണിച്ചെന്നുള്ളത് സത്യമാണ്, പക്ഷെ നീ എന്നെ നോക്ക്, നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന, നിന്നെ 12-ാം അധ്യായത്തിൽ പേര് വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്നെ നോക്ക്, നീ എന്നെ നോക്കി നടന്നാൽ നിന്റെ നിർജീവാവസ്ഥ മാറും, നിന്റെ ബലക്ഷയം മാറും, വീണ്ടും ഒരു ഉൽപാദന ശേഷി നിന്നിൽ വെളിപ്പെടും, ഒരു തലമുറ നിന്റെ കുടുംബത്തിന് വെളിപ്പെടും. എൻ്റെ ദൈവം എത്ര നല്ല ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ സഹോദരി ഭാരപ്പെടേണ്ട, ദൈവം നിന്നെ നടത്തും, ദൈവം നിൻ്റെ കുടുംബത്തെ നടത്തും, ദൈവം നിൻ്റെ ഭാവി അനുഗ്രഹമാക്കി മാറ്റും, നിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരിലേക്ക് തിരിയാതെ, മനുഷ്യരുടെ വാക്കുകൾ നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ, നിന്നെ തളർത്തുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ചെവി കൊടുക്കുക. ദൈവമേ എന്നോട്, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എന്നോട് കൃപ തോന്നണമേ. പ്രതിസന്ധികളുടെ നടുവിൽ ആസ പ്രാർത്ഥിച്ചതുപോലെ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ 8,90,000 പടയാളികളുള്ളവൻ അതിനേക്കാൾ താണ ആ സൈന്യം വന്നപ്പോൾ അവൻ പറയാണ്, എൻ്റെ ബലമെന്ന് പറയുന്നത് എൻ്റെ സൈന്യമല്ല, എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് അവൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു പറഞ്ഞത്, എൻ്റെ ദൈവമായ യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയല്ലാതെ വേറെ ആരുമില്ല.
കാര്യം തീർക്കാൻ, പരിഹാരം കണ്ടെത്തി തരാൻ നീ അല്ലാതെ ആരുമില്ല. 860,000 പടയാളികളുള്ള യഹോശാഫാത്ത് ദൈവത്താൽ ധനവും മാനവും വളരെ കൂടിയവൻ. അവനെതിരായിട്ട് അമ്മോന്യരും മയൂന്യരും മോവാബ്യരും ഒരു പടയായി വന്നപ്പോൾ അവൻ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുകയല്ല യുദ്ധത്തിന്. അവൻ തൻ്റെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എല്ലാവരും ഒരു ഉപവാസം നടത്താം, നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട്, ഉപവസിച്ചിരുന്ന ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, യഹോശാഫാത്തും യഹൂദയിലുള്ള എല്ലാവരും കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം എന്റേതാണ്. ഞാൻ യുദ്ധം നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കൈവിടാത്ത ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമുള്ളവരെല്ലാം കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിയാട്ടെ. ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നതിൻ്റെ അടയാളമായി മുഖം സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ, കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ ദൂത് തന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ദൂതാണ്. ഹല്ലേലൂയ. ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൈവശബ്ദം വെളിപ്പെടുത്തുന്നത്. ദൈവം അന്വേഷിക്കുന്നവരെ ദൈവം കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ വചനം പറയുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു ക്രമീകരണം കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവെ ഒരു കുടുംബത്തെ കർത്താവ് തയ്യാറാക്കിയതിനായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവെ അതിൽ ഭാഗവാക്കാകുവാൻ കുറേ ദൈവമക്കളെ ഒരുക്കിയതിനായി സ്തോത്രം. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ മേലുള്ള അധികാരത്തിലും അഭിഷേകത്തിലും ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭാവി അനുഗ്രഹമാകും. തലമുറയുടെ നന്മ നിങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മണ്ഡലങ്ങളിലും വ്യാപരിക്കും. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ശബ്ദത്താൽ മുൻപോട്ട് കുതിക്കുവാൻ, നിന്നാൽ ഞാൻ പടക്കൂടുന്നവരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം, നടത്തുന്ന ദൈവത്തെ ഉയർത്തത്തക്കവണ്ണം, സ്തോത്രം ചെയ്യത്തക്കവണ്ണമുള്ള കൃപ എല്ലാവരുടെ മേലും കർത്താവ് പകർന്നാട്ട്. ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു. കേൾവിക്കാരെ മുഴുവൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ.